ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പതിവ് പോലെ ഇന്നും ഒരു കുഞ്ഞു ക്ലീനിങ്ങും ഒക്കെ ആയിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫാസില റിയാസ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഒക്കെ അടിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട, പിന്നെ കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഗ്യാസ് സ്റ്റവ് ഇതുപോലെയൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകുക. ഒഴിവ് കിട്ടൂല. അപ്പോൾ വെറുതെ ഒന്ന് തുടച്ചിട്ട് ഇങ്ങനെ പോവുള്ളൂ. പിന്നെ കരയിട്ട് അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്ന് എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ പോവും. അപ്പോൾ ഇന്ന് ഒന്ന് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് കമ്പിച്ചകരിയൊക്കെ ഇട്ടൊന്ന് ഉരച്ച് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കഴുകാൻ. രാവിലത്തെ ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ രാവിലെ പിന്നെ റിൻഷിമോൾ സ്കൂളിൽ പോയി. റഹീസ് ഇന്ന് പോയിട്ടില്ല, എനിക്കിന്ന് കണ്ണുവേദന കാരണം പോയില്ല കേട്ടോ. അപ്പോൾ രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ മാവും ഇതൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരിയും ചാറിൻ്റെ ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇന്ന് ഞാനിതൊന്ന് ഉരച്ച് അമർത്തി കഴുകാമെന്ന് വിചാരിച്ചു. കമ്പിച്ചേരിയിട്ട് ആദ്യം ഒന്ന് സോപ്പിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അങ്ങനെ ഒന്ന് കമ്പിച്ചേരിയിട്ട് എടുത്ത് തുടച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും കഴുകാൻ പറ്റില്ല. അടിയത്തെ പലക അല്ല, എന്താ പറയുക, കുറേ വർഷങ്ങളായ പലകയാണ് കേട്ടോ. അപ്പോൾ അത് റിയാസ് ഖാൻ്റെ കൂട്ടുകാരൻ കൊടുത്താണ്, കടയിലത്തെ ഇതാട്ടോ സ്റ്റാൻഡാണത്. അപ്പോൾ അതിൽ വെള്ളം അല്ലെങ്കിൽ ഇപ്പോഴും അത് നനവൊക്കെ തട്ടി പോയിക്കണം കേട്ടോ. ഇനി മാറ്റാനായിരിക്കണം, ഒരു ടേബിളൊക്കെ വാങ്ങിയിട്ട് വേണം അത് മാറ്റാൻ. അപ്പോൾ അതുവരെ തൽക്കാലം എങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കേട്ടോ. അപ്പോഴാണ് ഒക്കെ പുഴങ്ങി ചാടുക. അപ്പോൾ വെള്ളം ഒഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് എടുത്തിട്ട് പോയി കഴുകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ അഴിക്കണ്ടേ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് റിയാസ്ക്കാക്കേ അറിയുള്ളൂ. അപ്പോൾ റിയാസ്ക്കാക്കൊന്നും ഒഴിവില്ല, അതൊന്നും വയറൊക്കെ അഴിക്കാനൊന്നും ഒഴിവില്ല. അപ്പം ഞാനിന്ന് ഇവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ആക്കിയെടുക്കലാണ് പതിവ്. അപ്പോൾ എപ്പോഴെങ്കിലും കൂടും 2-3 ദിവസം കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെ കമ്പിച്ചേരി ഇട്ടിട്ടൊക്കെ ഒന്ന് ഉരച്ചെടുക്കട്ടെ. പിന്നെ ഇപ്പോൾ നനച്ചുള്ളിയൊക്കെ അല്ലേ വരുന്നത്, എന്നാലും നമ്മുടെ അടുപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ അന്നത്തെ ഫംഗ്ഷന് ചുണ്ണാമ്പൊക്കെ അടിച്ചാലും പിന്നെ ഇത്തിരി അടുക്കളയൊക്കെ ഒന്ന് വൃത്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, ചിലർക്ക് ഓരോ താല്പര്യമുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അധികം വീട്ടമ്മമാരായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കാണട്ടെ, എല്ലാവർക്കും എന്തെങ്കിലും ചെറിയൊരു കുഞ്ഞുപകാരമുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ആവുമല്ലോ. പിന്നെ അതിന് മാത്രം വലിയൊരു എന്താ പറയുക, കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നും ഇല്ല കേട്ടോ നമുക്ക്. അതുകൊണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിന്ന് ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെയും സാമ്പാറാട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ അത് സാമ്പാർ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറുപയർ ഇത്തിരി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ തുടക്കലും ഇതൊക്കെ കഴിഞ്ഞ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ റിൻഷിമോൾ സ്കൂളിലേക്ക് ചോറ് തന്നെ കേട്ടോ കൊണ്ടുപോയി, പത്തിരിയൊന്നും കൊണ്ടുപോയില്ല. അപ്പം ഇനി എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് 2-3 പത്തിരിയും കൂടെ തന്നെ ഉള്ളൂ. പിന്നെ ഞാനും ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളത്തെ ഒരമ്മക്ക് ഒരു 5-6 പത്തിരി കൊണ്ട് കൊടുത്തു കേട്ടോ. അവർ പത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണ്. പിന്നെ ഞാനും എമ്മ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഇവിടെ എല്ലാവർക്കും പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉമ്മ ഉണ്ടെങ്കിലേ ഞാൻ ഉമ്മാനോട് ഉണ്ടാക്കി കേട്ടോ. ഉമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ റഹീസ് കുട്ടി ഇന്ന് കണ്ണുവേദനയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. കണ്ണ് നല്ല വീക്കുണ്ടായിരുന്നു രാവിലെ. പിന്നെ ഉമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാറ്റ് കൊണ്ടിട്ട്. മുറ്റത്ത് നല്ല കാറ്റുണ്ടാവും കേട്ടോ രാവിലെ വൈകുന്നേരമൊക്കെ ആയാലും. പിന്നെ ബാക്കിൽ നല്ല കാറ്റ് ഇപ്പോൾ വരാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് കണ്ടോ, മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇന്ന് വന്നിട്ട് അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന എല്ലാം വെട്ടിപ്പോയി. അപ്പോൾ ബാത്റൂം കുളിക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നന്നായി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ റിയാസ് ഖാനോട് ഞാൻ പറഞ്ഞു, ഒന്ന് മറിച്ച് തരുമോ എന്ന് ചോദിച്ചു. ഒരു ദാർപ്പായ കൊണ്ടുവന്നിട്ട് ഒന്ന് മറിച്ച് തരികയും തെങ്ങിൻ്റെ മേലെ നിന്ന് പളിച്ചെന്ന് കാണും കേട്ടോ. പിന്നെ നമ്മുടെ ബാത്റൂമൊന്നും അത്ര ഇതില്ല, എന്താ പറയുക, അടച്ചുറപ്പൊന്നും ഇല്ല. അപ്പോൾ പാമ്പൊക്കെ വരുന്നതുകൊണ്ട് ബാക്കിൽ നിൽക്കാനൊക്കെ പേടിയായിരുന്നു കേട്ടോ. കുളിമുറി അധികം യൂസ് ചെയ്യലൊന്നും ഇല്ല, അപ്പുറത്ത് നിന്നിട്ടൊക്കെയാണ് കുളിക്കൽ. അപ്പോൾ ഒന്ന് മറ കെട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ദാർപ്പായിട്ടിട്ടൊന്ന് കെട്ടുക കേട്ടോ. കണ്ടോ, അപ്പോൾ പളിച്ചെന്ന് നമുക്ക് ബാക്ക് ഇങ്ങനെ തൊടി മൊത്തം കാണാൻ പറ്റും. അവിടെ മൊത്തത്തിൽ എല്ലാ മരങ്ങളും
മണ്ണുള്ള മരങ്ങളും മണ്ണല്ലാത്ത മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടാണ്. അപ്പോൾ നല്ല ആരെങ്കിലും സ്ഥലമൊക്കെ വാങ്ങാൻ വന്നാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം നല്ല അടിപൊളി സ്ഥലമാക്കി എടുത്തിട്ടുണ്ട് അവർ കേട്ടോ. മരങ്ങളൊക്കെ വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വാങ്ങാൻ പറഞ്ഞാൽ ലക്ഷങ്ങളാണ് അവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്കൊന്നും പറ്റൂല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വാങ്ങിയിട്ട് നല്ല ഫ്ലാറ്റൊക്കെ കെട്ടി വാടകയ്ക്ക് വിടാൻ പറ്റും. ഇപ്പം നമ്മുടെ അപ്പുറത്ത് തന്നെ ഒരു 8 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്. പക്ഷെ അത് 8 9 സെൻറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അല്ല, അത് 1 സെൻറ്റിന് അവർ 5.5 ലക്ഷമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്കൊന്നും പറ്റൂല. ഞാൻ അന്ന് പോയ 2-3 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ. അപ്പോൾ പാലക്കാട് ആർക്കെങ്കിലും സ്ഥലം വാങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട്. പക്ഷേ ഒരുപാട് പൈസ ആവുമെന്ന് മാത്രം കേട്ടോ. നല്ല വമ്പൻ VIP-കൾക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ വാങ്ങിയാലും ഉപകാരം കേട്ടോ. കെട്ടി ഫ്ലാറ്റ് പോലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാടകയ്ക്ക് വിട്ടാലും ഉപകാരം ഉണ്ടാവും. പിന്നെ ഇപ്പം നമ്മളിരിക്കുന്നതും എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവിടെയൊക്കെ ഓരോരുത്തർ വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതൊക്കെ ഇടിച്ച് നിരത്തും അവർ. അതിനൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു വീടാവണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് ഒഴിയുമ്പോഴത്തേനും നല്ലൊരു സ്വന്തമായിട്ടൊരു വീടാകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. എന്നാ സാധിക്കാമെന്നറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യും, വേഗം നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ചെറുപയർ വീടിൻ്റെ മോഹമൊക്കെ പോയി കേട്ടോ. എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ടൊരു വീട് എന്നൊരു മോഹം, അത്ര തന്നെ. അപ്പോൾ ഇതാ ഞാൻ ചെറുപയറൊക്കെ ഇതാ കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അത്ര പണിയൊന്നും ഇല്ല. അതുകൊണ്ട് ചെറുപയറാകുമ്പോൾ നമുക്ക് വേഗം ആവുമല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഇന്ന് ക്ലീനിങ് പണിക്ക് നിന്ന്. പിന്നെ തുടക്കലും കുളിക്കണ മുമ്പ് തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് വിശന്നപ്പോൾ 2 പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് കറിയും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതും റിയാസ്ക്ക് ചോറ് കഴിക്കാൻ വന്നിട്ടോ. ചോറൊക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് പിന്നെ ഫാത്തിമക്കുട്ടനെ വിളിച്ചിട്ട് വന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് ഇങ്ങനെ മയങ്ങി കടന്നു കേട്ടോ. ഉറങ്ങൊന്നുമില്ല, അങ്ങനെ ദിക്റും ചൊല്ലി ഇങ്ങനെ കിടക്കും വെറുതെ. പിന്നെ അപ്പോഴത്തേനും റജിക്കുട്ടിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വൈകുന്നേരം ആയതും ചായ അവൾക്ക് കറക്റ്റ് സമയത്തിന് ചായ കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വാശിക്കാരിയാണ്. അപ്പോൾ അവളും പിന്നെ റഹീസ് കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. പിന്നെ ഫാത്തിമക്കുട്ടി സ്കൂളിട്ട് വന്നതും ഒന്ന് കടന്നുറങ്ങും കേട്ടോ. ഞങ്ങൾ കിടക്കുമ്പോൾ അവളും കിടക്കും. അങ്ങനെ ഇത്തിരി നേരം ഒന്ന് ഉറങ്ങും. പിന്നെ എണിച്ച് കഴിഞ്ഞാൽ അവൾക്കും ചായ കൊടുക്കും. പിന്നെ ഇവർക്കൊക്കെ ചായക്ക് പിന്നെ ബിസ്ക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ റൈസിനും റജിവാക്കും ഫാത്തിമാക്കും റിൻഷിമോൾക്കും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഫാത്തിമക്കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ അവൾ എണിച്ചിട്ട് ഇനി കുടിക്കുള്ളൂ. പിന്നെ ഇവർക്ക് 3 ആൾക്കും 4 ആൾക്കും ബിസ്ക്കറ്റ് വേണം ചായക്ക്. അപ്പോൾ അവരൊക്കെ കുടിച്ചപ്പോൾ ഞാനും ചൂടോടെ ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ചായ കുടിക്കാൻ പോവുകയാണ്. പിന്നെ ഇനി ഇതാ കഞ്ഞിവെള്ളമൊന്ന് വെച്ച് കൊടുക്കണം. മുറ്റമൊന്ന് അടിച്ച് വിടണം കേട്ടോ. കുപ്പൊക്കെ കാറ്റത്ത് നല്ല പാറി കിടക്കുന്നുണ്ട്. അപ്പോൾ 2 ബിസ്ക്കറ്റും ചായയും ഞാനും കുടിച്ച് പിന്നെ അപ്പോൾ ഒരു ഉഷാറൊക്കെ വരുമല്ലോ. പിന്നെ അങ്ങനെ ഇതാ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാട്ടോ. മുറ്റത്ത് ഇലകളൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈന് വീട്ടിൽ പിന്നെ എപ്പോഴും ആരും ഉണ്ടാവില്ല. പിന്നെ റിയാസ്ക്ക് അങ്ങനെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയി. ഞങ്ങളവിടെ വിട്ട ശേഷം അങ്ങനെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിക്കാണ് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിക്കുക കേട്ടോ. അവിടെ ഇല്ല. ഇനിയിപ്പോൾ വൈകുന്നേരം 5 മണി 6 മണിയൊക്കെ ആവും വരുമ്പോൾ. അപ്പോഴത്തേന് ഞാൻ എൻ്റെ ഉള്ള പണിയൊക്കെ വെച്ച് മുറ്റമൊക്കെ അടിച്ച് വാരിയുള്ള പാത്രമൊക്കെ കഴുകി. പിന്നെ വെള്ളം വൈകുന്നേരം പൈപ്പിൽ കുടിക്കാൻ മാത്രം ഒരു 4 കുടം എടുക്കും കേട്ടോ. അങ്ങനെയാണ്. രാവിലെ ഓസിട്ടിട്ട് എല്ലാവിടെയും നിറക്കും. വൈകുന്നേരം കുടിക്കാനുള്ളത് മാത്രം ഒരു 4 തോണ്ടി നമുക്ക് മൺചട്ടി പൂജാവിൽ ഒഴിച്ച് നോക്കും, ഉണ്ടാവിൽ ഒഴിച്ച് നോക്കും കേട്ടോ. കുടിക്കാനുള്ളത് മാത്രം. പിന്നെ അതൊക്കെ രാവിലെ പിടിക്കും. പിന്നെ ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വിട്ട് കുറച്ച് തുണികളുണ്ട് മടക്കാൻ, അതൊന്ന് മടക്കി വെക്കണം. പിന്നെ റിയാസ്ക്കും റിൻഷിമോളും വരും. വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചായ ചോറൊക്കെ എടുത്ത് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞ് റിൻഷിമോൾ ട്യൂഷന് പോകും കേട്ടോ. വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ട്യൂഷന് പോകും. പിന്നെ അത് ട്യൂഷൻ വിട്ടാൽ പിന്നെ മദ്രസ 6 മണിക്ക് 6:30ക്ക് മദ്രസക്ക് പോകണം. 5 മണിക്ക് ട്യൂഷന് പോയാൽ 1 മണിക്കൂർ കേട്ടോ ട്യൂഷനുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ 6:45 ആകുമ്പോഴത്തേനും മദ്രസയിലേക്ക് എത്തണം. ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ മദ്രസയിലേക്ക് പോകണമെങ്കിൽ.
അപ്പോൾ രാത്രി അവർ എത്ര ദിവസം രാവിലെ ആയിരുന്നു, ഇപ്പോൾ കുറേ ആയിട്ട് രാത്രിക്കാണ് ഇങ്ങനെ ആക്കിയിരിക്കണം. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയുണ്ട്. എന്നാലും ചില സമയത്ത് ഞാനത് വരെ ആക്കി കൊടുക്കും. ഇല്ലെങ്കിൽ റിയാസ്ക വരികയാണെങ്കിൽ റിയാസ്ക ആക്കി കൊടുക്കും കേട്ടോ. പിന്നെ അതല്ല, ഇപ്പോൾ സ്കൂളൊക്കെ വിടുന്ന ടൈമായില്ലേ, അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോയിലൊക്കെ. പിന്നെ അങ്ങനെ ഞാനിനി കഞ്ഞിൻ്റെ വെള്ളം പുറത്ത് വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കഞ്ഞിൻ്റെ വെള്ളം ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുറ്റത്ത് കുഴി റജിക്കുട്ടൻ്റെ പണിയാട്ടോ. മുറ്റം നിറയെ ചിരട്ട കണ്ടു കഴിഞ്ഞാൽ മുറ്റത്ത് അങ്ങനെ വാരും, കുഴിയാക്കി ഇടും കേട്ടോ. പിന്നെ ഞാനപ്പോൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കൈയും കാലൊക്കെ കഴുകി ഒന്നു കൊടുക്കണം. അപ്പോൾ അതിന് കഞ്ഞിൻ്റെ വെള്ളച്ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വരുമ്പോഴത്തേനും കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിൻ്റെ വെള്ളം എടുത്തിട്ട് വന്നാട്ടോ അടുക്കളയിൽ നിന്ന്. പിന്നെ കഞ്ഞിവെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. വെച്ചത് നോക്കണു അതിൽ അവിടെ തന്നെ എന്താ പൊട്ടി ഇറുമ്പ് കേട്ടോ. ഇനി തണുപ്പായിട്ടോ എന്താണെന്ന് അറിയില്ല. കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ പക്കത്ത് മൊത്തം ഇറുമ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടുപോകുമോ ഇല്ലേന്ന് അറിയില്ല. ഉറുമ്പായ ചിലപ്പം കൊണ്ടുപോയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു കേട്ടോ. അപ്പോൾ ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഏട്ടൻ വന്നതും അവർ നമുക്ക് ആദ്യം വിൻ്റെന്ന് കേട്ടോ നമ്മൾ പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പശുവിനെ വിറ്റിട്ട് വേറൊരു കുഞ്ഞു പശുവിനെയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പാലൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കിട്ടാണ്ടായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ പാൽപ്പൊടിയിൽ ചായ വെക്കണം. ഇപ്പോൾ പാൽപ്പൊടിയും പാലൊക്കെ ഇട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങണം, മാറി മാറി വാങ്ങും. പിന്നെ അപ്പോൾ അതാ എറുമ്പ് കണ്ടിട്ട് എടുക്കില്ല എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എറുമ്പിനൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് തേയിട്ട് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എറുമ്പ് കടിക്കില്ലേ മാട്ടിനെ, കടിക്കണ എറുമ്പാണ് അങ്ങനെ. അപ്പോൾ എടുത്തിട്ട് പോയി കേട്ടോ. അത് എറുമ്പിനെയൊക്കെ അങ്ങനെ തൂക്കി കളഞ്ഞിട്ട് എടുത്തിട്ട് പോയി. അപ്പോഴത്തേനും നമ്മുടെ റഹീസ് കുട്ടി ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ബാത്റൂമിലാണ്, ബാക്കിലാണ് പോയിരിക്കണത്. അപ്പോൾ എനിക്ക് വെള്ളം ഡ്രമ്മിൽ ഒറ്റയ്ക്ക് എടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തു കൊടുക്കാൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. പിന്നെ കുറച്ച് അടി അയക്കണം കേട്ടോ വെള്ളം. അപ്പോൾ അവനിക്ക് എത്തൂല്ല. മുകളിലാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് എടുക്കും. പക്ഷെ എന്നാലും പേടി കേട്ടോ. വിളിക്കും, അവൻ ബാത്റൂം പോകുമ്പോൾ വിളിക്കും. അപ്പോൾ പിന്നെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവൻ കഴുകിയിട്ട് അങ്ങനെ അങ്ങോട്ട് വരും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ റജിക്കുട്ടിയും പോകണം പറഞ്ഞു, അവളും പോയി. പിന്നെ രണ്ടാളും പോയിട്ട് ഇനി വന്ന് അവൻ്റെ കൂട്ടുകാരൻ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവൻ്റെ കൂടെ കളിച്ചോളും. പിന്നെ ഉമ്മാനെ ഇത്ര നേരമായിട്ടും കാണാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.